വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ നമ്മുടെ പുതിയ ഫിഷ് ടാങ്ക് കേട്ടോ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയുണ്ടാവും. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മള് പുതുതായിട്ട് സെറ്റ് ചെയ്തതാ. ചെറുതാണ്, അത്ര വലുതൊന്നും അല്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ നോക്കാം. ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. കുറെ നാളായില്ലേ നമ്മള് ഫേസ് പാക്ക് ഒക്കെ കാണിച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോ ഓൾറെഡി കഴിഞ്ഞിട്ടാണ് ഇരിക്കണേ. വേറെ ഒരു മേക്കപ്പും ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് എന്റെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നില്ല. എന്താന്ന് വെച്ചാല് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോയും ബ്രൈറ്റ്നെസ്സും കിട്ടുന്നു. അതായത് നമുക്ക് ടാൻ ഒക്കെ പെട്ടെന്ന് ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ ടാൻ മാറി നമുക്ക് നല്ലൊരു ബ്രൈറ്റനിങ് കിട്ടില്ലേ. അങ്ങനത്തെ ഒരു കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് പോകണേ തൊട്ട് മുൻപ് ചെയ്യാനോ, എന്തെങ്കിലും ഒരു മേക്കപ്പ് ലുക്ക് ഒക്കെ ചെയ്യണേ തൊട്ട് മുൻപൊക്കെ ചെയ്യാനോ ഒക്കെ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർബായിട്ടുള്ള ഇതൊരു വെറൈറ്റി എന്താ പറയാ ഐഡിയ ആട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. 2 സ്റ്റെപ്പാണ്. 2 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റെപ്പ് ഒന്നല്ല, ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് കൊണ്ട് കഴിയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അല്ലെ. നമുക്കിപ്പോൾ പെട്ടെന്ന് നോക്കാം കേട്ടോ. നമുക്ക് വേണ്ടത് 2-3 കൂട്ടേ വേണ്ടൂ. ആദ്യത്തെ മെയിൻ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് പൊമഗ്രാനൈറ്റ്, അതായത് നമ്മുടെ മാതള നാരങ്ങ, അനാർ എന്നൊക്കെ പറയില്ല അതാട്ടോ. അതല്ലെങ്കിൽ നമുക്ക് ബീട്രൂട്ട്. ഇപ്പം നമുക്കറിയാം ഒക്കെ ഇതിന് ഭയങ്കര വിലയാണ്. എങ്കിലും ഇവിടെ ഞാൻ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടേ ഒരെണ്ണം ഇരുന്ന് ഇങ്ങനെ വാടണ്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഈ ഒരു ഫേസ് പാക്ക് ഇടുകയും ചെയ്യാം, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാന്ന്. അപ്പം അതിൽ നിന്ന് ആവശ്യത്തിന് നമ്മുടെ ഫേസ് കുറച്ച് വെള്ളം മാതിരി അല്ലേ, അപ്പം അതുകൊണ്ട് കുറച്ച് മണി എടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഞരടി കഴിഞ്ഞാൽ ഇതിങ്ങനെ വെള്ളം മാതിരി കിട്ടും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു കുരു ഉണ്ടല്ലോ അത് അരിച്ചെടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ പറക്കി കളഞ്ഞു. കുരുവൊക്കെ നന്നായിട്ട് ഉടച്ചിട്ട് വെള്ളം മാത്രം എടുത്തിട്ട്. അപ്പം അതൊരു വെള്ളം കൺസിസ്റ്റൻസിയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്കൊരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഹണിയാണ്, തേൻ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവാനും ബ്ലീച്ചിങ് ഏജന്റൊക്കെ ആയിട്ടുള്ള തൈരാണ്. അപ്പോൾ തൈര് ചിലർക്ക് അലർജി ഉണ്ടാവും, അപ്പോൾ തൈര് ഇടണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കാതിരിക്കാൻ നല്ലത്. കാരണം വെച്ചാൽ തൈരും അതുപോലെ തന്നെ ഈ പൊമഗ്രാനൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബീട്രൂട്ടിൻ്റെ മിക്സ് ആണ് നമുക്ക് മെയിനായിട്ട് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവാനും ടാൻ റിമൂവ് ആവാനും ഇതിൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അത്രയ്ക്ക് റിസൾട്ട് ഉണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പൊമഗ്രാനൈറ്റ് നമ്മുടെ സ്കിന്നിന് ഒത്തിരി നല്ലതാണ്. അതിൻ്റെ പൗഡറായിട്ട് അത് നമ്മുടെ ഫേസിൽ ഇടുകയാണെങ്കിൽ ഏജിങ് തടയാനായിട്ട് ഭയങ്കര നല്ലതാണ്. സ്കിന്നിൽ ചുളിവ് മാറാൻ, അതേപോലെ ടാൻ റിമൂവ് ചെയ്യാൻ, സ്കിൻ ബ്രൈറ്റ് ആവാൻ ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ലൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു മിക്സ്. അപ്പോൾ ഇതിങ്ങനെയല്ല, നമുക്ക് 2 സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മിക്സ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആദ്യത്തെ സ്റ്റെപ്പിന് വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ ഫേസ് കഴുകി എടുത്തിട്ടുണ്ട്. ചെറിയൊരു നനവുണ്ട് കേട്ടോ ഫേസിൽ. അപ്പോൾ ഫേസ് ഇങ്ങനെ ഒരു കുറച്ച് ഡള്ളായിട്ടിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റിയതും ടാനൊക്കെ അടിച്ചു തോന്നുമ്പോൾ ചെയ്യാൻ പറ്റിയതാട്ടോ. അപ്പോൾ ഫേസ് നനച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ്, അതായത് ഒരു വെള്ളം നനച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അല്ലെങ്കിൽ നനച്ച് കൊടുത്തിട്ടോ അല്ലെങ്കിൽ കഴുകി കൊടുത്തിട്ടോ നമുക്ക് ഈ ഒരു മിക്സ് പതുക്കേനെ അപ്ലൈ ചെയ്തു. അപ്പോൾ ഒരു വെള്ളം മാതിരി ആയതുകൊണ്ട് ഇങ്ങനെ ഒഴുകി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേശ്ശെ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഫേസിലാണ് ഇട്ട് കാണിക്കുന്നത്. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് വെള്ളം കൊണ്ടൊന്ന് ഫേസ് ഒന്ന് നനച്ചിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിത് എല്ലാവിടെ അപ്ലൈ ചെയ്യാം. നമ്മുടെ സ്കിന്നിലത്തെ ചുളിവ് മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഫേസിലത്തെ. നമുക്കിത് പെട്ടെന്ന് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലുക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ 2 സ്റ്റെപ്പ് ഫേഷ്യൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഫേഷ്യൽ എന്ന് പറയാം, അല്ലെങ്കിൽ ടാൻ റിമൂവൽ പാക്ക് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒലിച്ചൊലിച്ച് പോകുന്നതുകൊണ്ട് നമ്മൾ കുറച്ചധികം പ്രാവശ്യം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതായത് ഒറ്റ പ്രാവശ്യം നമ്മൾ തേച്ച് പിടിപ്പിച്ചാലും ഇതൊരു വെള്ളം കൺസിസ്റ്റൻസി അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ അതിങ്ങനെ ഫേസിലേക്ക് ആവാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പ്രാവശ്യം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തലോടി കൊടുക്കുക. ഒരു 10 മിനിറ്റ് വെക്കുക കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഫേസ് നോക്കിയാൽ കണ്ടില്ലേ, ഇതൊരു കളർ ചേഞ്ച് ആയിട്ട് ഇതൊരു ഫേസിലേക്ക് അബ്സോർബായി ഒരു ചാരത്തിൻ്റെ കളറായിരിക്കും, ചാര കളർ മാതിരി. എന്നിട്ട് നമ്മൾ എന്ത് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫേസിന് സ്യൂട്ട് ആവണ ഏത് പൗഡർ, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സാൻഡൽവുഡ് പൗഡറാണ്. സ്കിൻ ബ്രൈറ്റ് ആവാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന സാൻഡൽവുഡ് പൗഡർ. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവ് എടുക്കാം, പയറുപൊടി എടുക്കാം, വെറും അരിപ്പൊടി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏതാണ് ഓറഞ്ച് പീൽ പൗഡർ എടുക്കാം. നമ്മുടെ കയ്യിൽ നമുക്ക് സ്യൂട്ട് ആവണ ഗോതമ്പ് പൊടി അങ്ങനെയുള്ള പൊടികളിൽ ഏതെങ്കിലും നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവണ പൗഡർ ഇതിലേക്ക് മിക്സ് ചെയ്യുക. അപ്പം എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയത് സാൻഡൽവുഡ് ആണ്. നിങ്ങൾക്ക് തന്നെ വേണമെന്നില്ല. അപ്പോൾ അത് നന്നായിട്ട് ഈ ഒരു മിക്സിലേക്ക്, അതായത് നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടാവുമല്ലോ ആ മിക്സിലേക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫേസ് ഒന്നും കഴുകാതെ തന്നെ അതിൻ്റെ മുകളിൽ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, ലാസ്റ്റാണ് നമ്മൾ ഫേസ് കഴുകണത്. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത് നന്നായി അബ്സോർബ് ആയിട്ടുണ്ടാവും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഉണങ്ങിയിട്ട് നമ്മുടെ ഫേസിൽ അബ്സോർബ് ആയിട്ട് ചെറിയൊരു മോയ്സ്ചറൈസിങ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ ആദ്യം ചെയ്ത കാര്യം എൻ്റെ നെക്കിലേക്കൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. ഞാൻ പിന്നെ ഫേസ് ഇത്രയും അടുത്ത് വെച്ചതുകൊണ്ട് ബാക്കി ഭാഗങ്ങളൊന്നും കാണില്ല കേട്ടോ. അതായത് ഫേസിലത്തെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് വീണ്ടും വെക്കുക. അപ്പോൾ ടോട്ടൽ നമുക്ക് 20 മിനിറ്റ് മതി. 10 മിനിറ്റ് ആദ്യത്തെ പ്രാവശ്യം, സെക്കൻഡ് 10 മിനിറ്റും. അപ്പോൾ ഏകദേശം ഒരു മുക്കാലല്ല ഒരു ഹാഫ് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും റിമൂവ് ചെയ്യാം. കാരണം നമ്മൾ ആദ്യം 10 മിനിറ്റ് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം വെറുതെ വെള്ളം കൊണ്ട് കഴുകിയാൽ മതി. ഞാൻ പിന്നെ
ഇവിടെ ഇരുന്ന് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു കോട്ടൺ വെച്ച് തുടച്ചെടുക്കണമെന്ന് മാത്രം. നോർമലായിട്ട് പച്ചവെള്ളം കൊണ്ട് കഴുകുക. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആവും, സ്കിന്നിലെ ചുളിവ് മാറും, പാടുകൾ ഉണ്ടെങ്കിൽ അത് മാറും. അതേപോലെ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്നൊരു ഈവൻ ടോൺ നമുക്ക് കിട്ടിയ മാതിരിയും നമുക്ക് ആ ഒരു സ്കിന്ന് ബ്രൈറ്റ് ആയ മാതിരി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ സ്കിന്നിലൊരു എന്താ പറയുക, നല്ലൊരു പിങ്കിഷ് ഗ്ലോ നമുക്ക് കിട്ടും, നല്ലൊരു നാച്ചുറൽ ഗ്ലോയിങ് വന്ന മാതിരിയൊക്കെ കിട്ടും. പെട്ടെന്ന് നമുക്കൊരു ബ്രൈറ്റൻസ് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റുകളൊക്കെ. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏജിങ്ങിനും അതേപോലെ നമുക്ക് ഡാർക്ക് സ്പോട്ടുകൾ വരുന്നതിനും തടയാനും ഒക്കെ നമുക്ക് നല്ലതാണ്. അപ്പോൾ പൊമഗ്രാനേറ്റ് ഭയങ്കര നല്ലതാണ് നമ്മുടെ ഏജിങ്ങിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഏജ് ആവുമ്പോൾ ഇങ്ങനെ ഏജിങ്ങിൻ്റെ പ്രോബ്ലംസ് അനുഭവിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് പൊമഗ്രാനേറ്റ്. ഇത് നമുക്ക് തൈരിൽ തന്നെയല്ല, നമുക്ക് വെറുതെ നമുക്ക് പൊമഗ്രാനേറ്റിൻ്റെ പൗഡർ ഉണ്ടാക്കിയിട്ട്, അതായത് പൊമഗ്രാനേറ്റിൻ്റെ തൊലിയോ അല്ലെങ്കിൽ അതിൻ്റെ കുരോ ഉണക്കിയിട്ട് പൗഡർ ആക്കിയിട്ട് നമുക്കിതൊരു ഫേസ് പാക്ക് മാതിരി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയതുമാണ്. അപ്പോൾ നന്നായിട്ട് റിമൂവ് ചെയ്യാം. അപ്പം നല്ലൊരു ഗ്ലോയിങ്ങും ബ്രൈറ്റനിങ്ങും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. സ്കിന്ന് പെട്ടെന്നൊരു ടാൻ റിമൂവ് ആയി നല്ലൊരു പിങ്കിഷ് ഗ്ലോ വന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യും. കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? നന്നായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് അങ്ങനെയാണ്. അപ്പം നെറ്റിയുടെ മുകളിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. ഞാൻ ഷട്ടപ്പടയിൽ പോയിട്ട് കഴുകിയിട്ട് വന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പക്ഷെ ഫേസിൽ കണ്ടില്ലേ നല്ലൊരു എന്താ പറയുക ഗ്ലോയിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് പെട്ടെന്നൊരു എന്താ പറയുക ടാനൊക്കെ മാറി സ്കിന്ന് പെട്ടെന്നൊരു ബ്രൈറ്റനിങ് ഒക്കെ വേണം, ഒരു ഫംഗ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് ഉണ്ട്, അല്ലെങ്കിൽ സ്കിന്നിൽ ഏജിങ്ങിൻ്റെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാൻ പറ്റിയ നല്ലൊരു കാര്യം കേട്ടോ. അപ്പോൾ എന്തായാലും ചെയ്തോക്കുണ്ടെങ്കിൽ പറയാൻ മറക്കരുത് കേട്ടോ. നല്ല സൂപ്പർ റിസൾട്ട് ആയിട്ടുണ്ട്. സ്കിൻ നല്ല ബ്രൈറ്റ് ആവും കേട്ടോ, ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റ് ആവും. അതായത് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാലാണ് നമുക്ക് പെർമനന്റ് ആയിട്ട് കിട്ടുള്ളൂ. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ആ ടാൻ ഒക്കെ മാറി സ്കിൻ നല്ല ബ്രൈറ്റ് ആവും. നമ്മളിത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസ് ചെയ്യണം കേട്ടോ. പിന്നെ ഏതെങ്കിലും അലർജി ഉണ്ടെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് ഏത് പൗഡർ വേണമെങ്കിലും ഇതിൽ മിക്സ് ചെയ്യാം. ഈ ഒരു കൂട്ട് എടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നമുക്ക് ഏത് പൗഡർ വേണമെങ്കിലും മിക്സ് ചെയ്യാം കേട്ടോ. അതായത് നമ്മുടെ പൊമഗ്രാനേറ്റ് അല്ലെങ്കിൽ ബീട്രൂട്ടിന്റെ ആ ഒരു മിക്സിലേക്ക് ഏത് വേണമെങ്കിലും പൗഡറുകൾ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് പെട്ടെന്നൊരു ബ്രൈറ്റനിങ് അല്ലെങ്കിൽ നമുക്കൊരു വേഗം ഒരു റിസൾട്ട് ഫേസ് നല്ലൊരു പെട്ടെന്നായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോവാണ്ട് നല്ലൊരു ഫംഗ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ലൊരു ബ്രൈറ്റനിങ് വേണം, ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം എന്നൊക്കെ തോന്നുമ്പോൾ ചെയ്യാൻ പറ്റിയ സൂപ്പർ ആയിട്ടുള്ള റെമഡിയാണ്. നമുക്കിത് സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കാനും പറ്റും. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവുകയും ചെയ്യും. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളപ്പോൾ ചെയ്ത് നോക്കാൻ പറ്റിയതാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.